നമസ്കാരം, എല്ലാവർക്കും വൈന്യൂസ് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ വായിക്കുന്നത് ഷിജി ജയക്കുട്ടി. വൈന്യൂസ് പ്രഭാത വാർത്തകൾ. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ബൂത്തിൽ കാണാം നാളെ. 1.5 മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിന് ആവേശത്തോടെ സമാപന പ്രകടനങ്ങളിൽ പലയിടത്തും സംഘർഷം. CR മഹേഷ് MLAക്ക് കല്ലേറിൽ പരിക്ക്. വോട്ടില്ലാത്ത യൂത്ത് ഐക്യൻ മമത ബൈജു. പോളിംഗ് സാമഗ്രി വിതരണം ഇന്ന്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ 88 ബൂത്തുകൾ പ്രശ്നബാധിതം. ഇന്ന് കരിദിനം. കലാശക്കൊട്ട് കൊടിയിറക്കം. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും ഓച്ചിറയിലും സംഘർഷം. കല്ലേറ്, കണ്ണീർ വാതകം, ലാത്തിചാർജ്. കരുനാഗപ്പള്ളിയിൽ തെരുവ് യുദ്ധം. പത്തനാപുരത്ത് LDF UDF സംഘർഷം. 6 പേർക്ക് പരിക്ക്. മണിപ്പൂർ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം. വീണ്ടും അക്രമം. പാലം തകർത്തു. ഇംഫാലിൽ സംഘർഷം, വെടിവെപ്പ്. മെഡിക്കൽ കോളേജ് റാഗിംഗ് നടന്നതായി റിപ്പോർട്ട്. ഗാസ US ക്യാമ്പസുകളിൽ പ്രതിഷേധം. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മോദി രാഹുൽ നേർക്കുനേർ. രാഹുൽ ഗാന്ധി ജാതി സെൻസസ് ഉറപ്പാക്കും. മോദിക്ക് ഭയം. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർ ഗൗരവക്കാരല്ല രാഹുൽ ഗാന്ധി. പാരമ്പര്യ സ്വത്തിൽ നികുതി കോൺഗ്രസിനെതിരെ മോദി. വോട്ടർ ID ഇല്ലെങ്കിൽ മറ്റു 12 രേഖകൾ. തീപാറി പ്രചാരണം. ആവേശപൂർവ്വം സമാപനം. പ്രതീക്ഷകളോടെ UDFും LDFും അട്ടിമറി കുതിച്ച് NDA. പ്രധാനമന്ത്രിക്കെതിരെ ഗൂഢാലോചന. രാജ്യദ്രോഹത്തിന് തുല്യം കോടതി. 2 മാസത്തിനിടെ ഇന്ത്യ വിട്ടത് 2 വിദേശ മാധ്യമ പ്രവർത്തകരെ. നീറ്റ് UG പരീക്ഷാ കേന്ദ്രം അറിയാം. ഇന്ത്യയിലെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമുള്ള മെയ് 5 ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:20 വരെ നീറ്റ് UG പരീക്ഷ നടത്തും. വിദ്യാർത്ഥികളും നിശ്ചയിച്ചു നൽകിയ പരീക്ഷാ കേന്ദ്രം കാണിക്കുന്ന CT ഇന്റിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് കായിക വാർത്തയിലേക്ക് കടക്കാൻ. കായിക വാർത്തകൾ. ആവേശ പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ ഡൽഹിക്ക് 4 റൺസ് ജയം. ഇറ്റാലിയൻ കപ്പ്. യുവന്റസ് ഫൈനലിൽ. കളി തീരാൻ നേരത്ത് 6 മിനിറ്റിനിടെ 3 ഗോളുകൾ. ഗോവയെ തോൽപ്പിച്ച് മുംബൈ സിറ്റി. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ 19-കാരൻ. ശ്രീശങ്കറിന് ശസ്ത്രക്രിയ നടന്നത് ദോഹയിൽ വെച്ച്. പുറത്താകലിന്റെ വക്കിൽ RCB. ഇന്നത്തെ മത്സരം നിർണായകം. സാധ്യതകൾ വളരെ. ഇന്ത്യക്ക് 4 മെഡൽ. ചെൽസിയെ മുക്കി ആർസണൽ. ഇതോടെ ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.